Good afternoon all. Good afternoon, ma'am. Okay, the class start ചെയ്യാം. Okay, last class നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് the different type of consideration, the administration of benefits and services are stated below. അല്ലെ നമ്മൾ ബെനിഫിറ്റ്സുകൾ കൊടുക്കുന്നതിൽ നമ്മൾ എങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിഗണനകളൊക്കെ ആയിരുന്നു. ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് കൊടുക്കേണ്ടത്, അല്ലെ ഏതെല്ലാം രീതികളിലാണ് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടത് ഉള്ള പോയിന്റ്സുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒന്നാമത്തെ ഡിസൈഡിങ് റെസിപ്പിയൻ ഓഫ് ബെനിഫിറ്റ്സ് പഠിച്ചു. അതിൽ നമ്മൾ പഠിച്ചു ആർക്കൊക്കെയാണ് അവിടെ നമ്മൾ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏത് തരത്തിലുള്ള സ്റ്റാഫുകൾക്കാണ്. ഇതിന് രണ്ടാമതായിട്ട് ഡിറ്റർമൈനിങ് ഇൻക്ലൂഷൻ റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ, റിട്ടയർ പ്ലാനുകളെ കുറിച്ചും then probationary periods, then financing. 4 പോയിന്റ് ആണ് ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് കംപ്ലീറ്റ് ചെയ്തത്. അവിടെ വരെയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ടോ നിങ്ങള്? ഓർക്കുന്നുണ്ടോന്നല്ല, പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമില് എന്താ പറയാ റിവിഷൻ എഴുതി വെച്ചിരിക്കുകയാണോ? അല്ലാതെ പഠിക്കണോട്ടോ. കാരണം ലാസ്റ്റ് ടൈമിൽ റിവിഷൻ എഴുതി വെച്ചേക്കാൻ അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അല്ലെ? നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും എടുക്കുന്ന അറിയാം. ചില കാര്യങ്ങൾ ചിലപ്പോൾ നല്ല ഈസി ആയിരിക്കും, പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന ഈ ഒരു ചാപ്റ്റർ ചില പോർഷൻസുകൾ എളുപ്പമാണ് പഠിക്കാം, ഇല്ലേ? ആണോ? അല്ലേ? പക്ഷെ കുറച്ച് നമ്മൾ കടന്നു കഴിയുമ്പോൾ ഇച്ചിരി മനസ്സിലാക്കി എടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പോർഷൻസ് ആണ് നമ്മൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയില്ല. എങ്കിലും ഇത് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാനോ അങ്ങനത്തെ ഒരു പോർഷൻ അല്ല. എന്താണോ എക്സാക്ട് പോയിന്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കേണ്ട ആ ഒരു ചില പോർഷൻസ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള പോർഷൻസ് വരുമ്പോൾ നമ്മുടെ എക്സ്പോർട്ട് അവിടെ കുറച്ച് കൂടുതൽ കൊടുക്കണം, എങ്കിലും നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം ഞാൻ അത് ഷോർട്ട് ആക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ദെൻ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം, എങ്കിലേ നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് പഠിക്കാൻ ഭയങ്കര ടഫാണ്, ബുദ്ധിമുട്ടാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യാം? ഒരു 5 ടൈംസ് ഒന്ന് വായിക്കുക, നല്ല രീതിയിൽ ഒന്ന് വായിച്ചു വെക്കണം. കാരണം സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അറ്റ്ലീസ്റ്റ് ഒരു 5 പ്രാവശ്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വായിച്ചൊരു ഓർമ്മ നിങ്ങൾക്ക് മനസ്സിലോട്ട് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണോട്ടോ എല്ലാവരും. കാരണം എന്താ പറയാ, പഠിക്കാൻ ടഫ് ആണെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് ചില പോർഷൻസ് അങ്ങനെ സ്കിപ്പ് ചെയ്യും. അത് സ്വാഭാവികമാണ്. അത് എന്ത് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അല്ലെ? ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി വരും. സോ ഇവിടെ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം സ്കിപ്പ് ചെയ്യാൻ തന്നെയായിരിക്കും തോന്നുന്നത്. കാരണം ചില പോർഷൻസുകൾ, ചില ചാപ്റ്റേഴ്സുകൾ അങ്ങനെയാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ചിലപ്പോ നമുക്ക് എല്ലാം ഒരു എക്സാമ്പിൾ വെച്ചോ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊന്നല്ല. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓരോ ദിവസം പഠിക്കുന്നത് അന്ന് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണമല്ലോ, ഒരു മോട്ടിവേഷൻ ഒക്കെ തരണ്ടേ? ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. അപ്പൊ ഫിനാൻസിങ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ദെൻ ഇനി അടുത്തത് നമുക്ക് ഇതിനകത്ത് തന്നെ വരുന്ന കൺസിഡറേഷനുള്ള നെക്സ്റ്റ് പോയിന്റ് തന്നെയാണ് കേട്ടോ, എംപ്ലോയി ചോയ്സ്. ഓക്കെ, employee choice. Different methods which can be used for gaining the viewpoints and choice of employees regarding different benefits plans are stated below. അതായത് ഇവിടെ പറയുന്നത് എംപ്ലോയീസിന്റെ ചോയ്സ്, അതായത് നമ്മൾ എംപ്ലോയീസിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങള്, ബെനഫിറ്റ്സുകൾ, അല്ലെ? ആ ബെനഫിറ്റ്സുകളെ കുറിച്ചിട്ടുള്ള എംപ്ലോയീസിന്റെ ചോയ്സ്, അവരുടെ കാഴ്ചപ്പാടുകളും അവര് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് എംപ്ലോയീസ് തിരഞ്ഞെടുക്കാമെന്ന്, അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ ഒരു വ്യൂ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. സോ എംപ്ലോയി ചോയ്സ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന 3 മെത്തേഡ്സുകളാണ്. ഒന്ന് പേഴ്സണൽ ഇന്റർവ്യൂസ്, ദെൻ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനെയർ, ദെൻ സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. ഈ 3 രീതികളിലൂടെ നമുക്ക് എംപ്ലോയീസിന്റെ ചോയ്സ്, ഈ ബെനഫിറ്റ്സുകളെ കുറിച്ചിട്ടുള്ള അവരുടെ വ്യൂ പോയിന്റ്സ് അറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് 3 രീതികളിലൂടെയാണ് നമ്മള് എംപ്ലോയി ചോയ്സ് മനസ്സിലാക്കുന്നത്. പേഴ്സണൽ ഇന്റർവ്യൂസിലൂടെയും, സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനെയറിലൂടെയും, സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്സിലൂടെയും.
ഓക്കെ, നമുക്കിനി ഓരോന്നും എന്താണെന്ന് പഠിക്കാം. ഫസ്റ്റ് വൺ പേഴ്സണൽ ഇന്റർവ്യൂസ്. ആ പേരിൽ തന്നെയുണ്ട് അല്ലെ, ഓരോ എംപ്ലോയീസിനെയും വ്യക്തിഗതമായിട്ടുള്ള ഇന്റർവ്യൂസ് നടത്തിക്കൊണ്ട് അതിലൂടെ അവർക്ക് ബെനിഫിറ്റ്സിന്റെ അവരുടെ വ്യൂ പോയിന്റ്സിനെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. The most effective marketing research method for a small organization or for a benefit plan which includes only a limited number of employees, a personal interview with the employees either individually or in small groups. Okay, അപ്പോ the most effective marketing research method, അതായത് ഏറ്റവും മികച്ച ഒരു റിസർച്ച് മെത്തേഡ് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് അല്ലെങ്കിൽ ഒരു സ്മോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്മോൾ, അതായത് ഒരുപാട് മെമ്പേഴ്സ് ഒന്നും ഇല്ലാത്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ, ഒരുപാട് സ്റ്റാഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ, ഒരുപാട് ടൈം ചിലവ് അല്ലെ, ഭയങ്കരമായിട്ട് ടൈം എടുക്കും പേഴ്സണൽ ആയിട്ട് ഓരോരുത്തരെയും ഇന്റർവ്യൂ നടത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇത് ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയി ഉള്ള ഒരു ഓർഗനൈസേഷനിലാണ് എങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേഴ്സണൽ ഇന്റർവ്യൂസിലൂടെ അവരുടെ വ്യൂ പോയിന്റ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നു. കണ്ടോ, ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പ്സുകളായിട്ടോ നമുക്ക് ഇന്റർവ്യൂ കൊടുക്കാവുന്ന. This can also be seen as most cost effective method. അതിന് വലിയ ചിലവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ചിലവുണ്ടോന്നെങ്കിലും പേഴ്സണൽ ഇന്റർവ്യൂ നടത്തുന്നതില് വലിയ ചിലവും കാര്യങ്ങളും ഇല്ല, ടൈമും അധികം സ്പെൻഡ് ആവണില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഉള്ള ചെറിയൊരു ഓർഗനൈസേഷൻ, ചെറിയൊരു കമ്പനിയാണ് എങ്കിൽ നമുക്ക് അവിടെ എംപ്ലോയീസിന് അവരുടെ ബെനിഫിറ്റ്സിന്റെ വ്യൂ പോയിന്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂസുകൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇതാണ് പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ പേഴ്സണൽ ഇന്റർവ്യൂ? ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് ആണ് സിംപ്ലിഫൈഡ് ക്വസ്റ്റിനെയേഴ്സ് അല്ലെ, ക്വസ്റ്റിനെയറുകൾ കൊടുക്കാവുന്നത്. നമ്മള് ഇപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോ ഡിഗ്രിക്കും പ്ലസ് ടുവിനൊക്കെ പഠിക്കുമ്പോൾ ക്വസ്റ്റിനെയർ ഒക്കെ വെച്ച് നമ്മൾ പ്രൊജക്ട് ഒക്കെ ചെയ്യാറുണ്ട്. പ്രൊജക്ട് ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ക്വസ്റ്റിനെയർ ഒക്കെ കൊടുത്തിട്ട് സർവേ ചെയ്യാറുണ്ട് ഇല്ലേ? ചെയ്യാറുണ്ടോ? സർവേ നടത്താറുണ്ട് അല്ലെ? അപ്പോ ഈ ക്വസ്റ്റിനെയറിലൂടെ അതിന് വലിയ കോസ്റ്റ് ഉണ്ടോ? വലിയ ചിലവും കാര്യങ്ങളുണ്ടോ? അധികം വലിയ ചിലവൊന്നും വരുന്നില്ല. ഈ ക്വസ്റ്റിനെയറിന്റെ ഉദ്ദേശം എന്താണ്? അതിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു ഇന്റർവ്യൂ പോലെ തന്നെയുള്ളൊരു ഫീഡ്ബാക്ക് അല്ലേ നമുക്ക് ക്വസ്റ്റിനെയർ വഴി ലഭിക്കുന്നത്? ആണോ? അല്ലെ, ഒരു ക്വസ്റ്റിനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം ചോദ്യങ്ങൾ ഉണ്ടാകും അല്ലെ. സോ നമ്മൾ കൊടുക്കുന്നവർക്ക് ആ ചോദ്യങ്ങൾക്ക് അവരുടെ ആപ്റ്റ് ആയിട്ടുള്ള ഓരോരുത്തരുടെയും ആൻസറുകൾ വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒരേപോലെ ആയിരിക്കോ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുന്നത്? ആണോ? നമുക്കൊരു ക്വസ്റ്റിനെയർ തന്നു, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനെയർ ഞാൻ തരികയാണെന്ന് വിചാരിക്കാം കേട്ടോ. സോ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിൽ രേഖപ്പെടുത്തുന്നത് അല്ലെ, അല്ലാതെ അപ്പുറം ഇരിക്കുന്ന ആളുകളുടെ നോക്കിയാണോ ക്വസ്റ്റിനെയർ നമ്മൾ ചെയ്യാറ്? അല്ല, എല്ലാവരുടെയും ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ് ആണ് അതിൽ രേഖപ്പെടുത്തുന്നത്. സോ ഒരു ക്വസ്റ്റിനെയർ കൊടുക്കുകയാണെങ്കിലും അതിൽ ഈ ബെനിഫിറ്റ്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തികളുടെയും ഓരോ എംപ്ലോയീസിന്റെയും അഭിപ്രായം നമുക്ക് ഫീഡ്ബാക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റിനെയറിലൂടെ ലഭിക്കും. അപ്പൊ അതിനധികം ടൈമായിട്ട് നമ്മൾ ചെലവഴിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, നോക്കാം. സിംപ്ലിഫൈഡ് ക്വസ്റ്റിനെയേഴ്സ്. There are mainly two portions in a simplified questionnaire. ഒരു ക്വസ്റ്റിനെയറിൽ രണ്ട് പോർഷൻസ് ഉണ്ടാകുന്ന. The first one is used to determine the benefit preference, while other portion is aimed to determine benefits preference, while the other portion is aimed to determine demographic details such as age, gender, year of service, marital status, salary range, etc. അപ്പൊ നമ്മൾ ഈ ബെനിഫിറ്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ക്വസ്റ്റിനെയർ കൊടുക്കുമ്പോൾ ആ ക്വസ്റ്റിനെയറിന് രണ്ട് പോർഷൻ ഉണ്ടാകുന്നു. ഒരു പോർഷനില് ബെനിഫിറ്റ്സിന്റെ പ്രിഫറൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദെൻ ഒരു ഭാഗത്ത് ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ്, അതായത് ആ എംപ്ലോയീസിന്റെ പേഴ്സണൽ ആയിട്ടുള്ളതും ജെൻഡർ, ഏജ്, അവിടെയുള്ള സർവീസിൽ എത്ര വർഷമായി, മാരിറ്റൽ സ്റ്റാറ്റസ്, ദെൻ സാലറി, ഇങ്ങനെയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസുകൾ. അങ്ങനെ ഒരു ക്വസ്റ്റിനെയറിന് രണ്ട് വശങ്ങളായിരിക്കും ഉണ്ടാവുക, രണ്ട് പോർഷൻ. ദെൻ എംപ്ലോയി എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അത് കൃത്യമായിട്ടും അത് ഫില്ല് ചെയ്യുക. എങ്ങനെയാണ് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടിക്ക് ചെയ്യാനൊക്കെ ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ യെസ് ഓർ നോ ടൈപ്പ് ഉണ്ടാകാം. സോ അത് കൃത്യമായിട്ടും ഓരോ എംപ്ലോയിയും വായിച്ചിട്ട് അവരുടെ പ്രിഫറൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. Then employee have to only rank and or
ഇൻഡിക്കേറ്റ് ദയർ പ്രിഫറൻസ്. റാങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ പിക്ക് ചെയ്യാനോ മാർക്ക് ചെയ്യാനോ ഒക്കെ ആയിരിക്കും. സോ എംപ്ലോയി എന്ത് ചെയ്യുക, അവരുടെ പ്രിഫറൻസ് ആ ഒരു ക്വസ്റ്റ്യനെയറിൽ രേഖപ്പെടുത്തണം. It is regarded as simplified questionnaire. The analysis of data collected will be a difficult task and it will require the use of a computer if organization is not a small one. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നത് ഒരു സ്മോൾ ഓർഗനൈസേഷൻ അല്ല എങ്കിൽ, അതായത് അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്, അവിടെ ഒത്തിരി സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓരോരുത്തരുടെയും ക്വസ്റ്റ്യനെയർ വാങ്ങിച്ചിട്ട് ഫീഡ്ബാക്ക് നോക്കാനായിട്ട് പറ്റുമോ? അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. സോ അനാലിസിസ് കളക്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ആ ഒരു ഫീഡ്ബാക്കുകൾ നമ്മൾ അതിൽ നിന്നും എടുക്കണം. കാരണം ഓരോരുത്തരുടെ ഇങ്ങനെ നോക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ആ കമ്പനിയിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമ്മൾ ആ ഡാറ്റ അനാലിസിസ് ചെയ്യാം. To avoid upsetting the employee, it is important that questionnaire is brief. ഇനി ക്വസ്റ്റ്യനെയർ കൊടുക്കുമ്പോ നമ്മൾ എംപ്ലോയീസിനെ അപ്സെറ്റ് ആവാതിരിക്കാൻ, അതായത് എംപ്ലോയീസിനെ ഒരുപാട് വായിച്ചു നോക്കി അതിനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. സോ നമ്മുടെ ക്വസ്റ്റ്യനെയർ മാക്സിമം ബ്രീഫ് ആയിരിക്കണം. ഒരുപാട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ പോലെ അങ്ങനത്തെ രീതിയിലല്ല ചോദിക്കേണ്ടത്, ഏറ്റവും സ്മോൾ ആയിട്ട്, എന്നാലോ അത് മീനിങ്ഫുള്ളും ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, അതിൽ അർത്ഥം ഉണ്ടായിരിക്കണം അല്ലെ. ഒരുപാട് വലിച്ചു വാരി ഒന്നും എഴുതാൻ പാടില്ല, മാക്സിമം ബ്രീഫ് ആയിരിക്കുക. അതുപോലെ തന്നെ അത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം ക്വസ്റ്റ്യൻ ആണെങ്കിലും, അതുപോലെ മീനിങ്ഫുള്ളും ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ വഴി ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യനെയർ എങ്ങനെയാണ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ നോർമലി ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അതിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കാറില്ലേ, അതുപോലെ തന്നെ. ഓക്കെ, ഇനി മൂന്നാമത്തത് സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. ഇവിടെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് ഏറ്റവും സിമ്പിൾ ആക്കി പറയാം. സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്. ഇനി എന്താണ് ഈ സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ മീനിങ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സോഫിസ്റ്റിക്കേറ്റഡ് അല്ലെ, വായിൽ കടിച്ചപ്പെടാത്ത വാക്കുകളൊക്കെയാണ് അല്ലെ. എന്ത് സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ എന്താ പറയാ? ആരും കേട്ടിട്ടില്ലേ? ആദ്യമായിട്ട് കേൾക്കണം എല്ലാവരും. സോഫിസ്റ്റിക്കേറ്റഡ് കേട്ടിട്ടുണ്ടോ? ഒരു റെസ്പോൺസും ഇല്ലല്ലോ, കേൾക്കാഞ്ഞിട്ടാണോ? അലി, എന്താണ് അതിന്റെ അർത്ഥം? അലി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇല്ല എന്നാണോ പറഞ്ഞത്? അതായത് എന്താ പറയാ, സോഫിസ്റ്റിക്കേറ്റഡ് പ്രോപ്പർ മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർണമായിട്ടുള്ള, അതായത് അത്ര സിമ്പിൾ അല്ലാന്ന്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള രീതി. ഓക്കെ, സങ്കീർണമായിട്ടുള്ള രീതികൾ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. അതായത് നോക്കാം, സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്സ്. The measurement of intensity of preferences of employee is not possible in case of personal interviews and simplified questionnaire. നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഇന്റർവ്യൂസ് നടത്താം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനെയറുകളൊക്കെ കൊടുത്തിട്ട് നമുക്ക് പ്രിഫറൻസ് എടുക്കാന്ന് പറഞ്ഞു. ഇനി ഈ രണ്ട് സിറ്റുവേഷനും സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ, അതായത് ഇന്റർവ്യൂയിലൂടെ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറിലൂടെ നമുക്ക് ഇതുപോലെ എംപ്ലോയീസിന്റെ ആ ഒരു ബെനഫിറ്റ്സിന്റെ പ്രിഫറൻസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തില്ല നമ്മൾ എംപ്ലോയീസിന്റെ പ്രിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നു. അനുസരിച്ച് മെത്തേഡ്സുകളും മറ്റും ഉപയോഗിക്കുന്നു. Thus, more sophisticated marketing research tools are employed by many firms so that it is possible to measure the significance of employee preference related to different benefit plans. So, ഈ ക്വസ്റ്റ്യനെയറും അല്ലെങ്കിൽ പേഴ്സണൽ ഇന്റർവ്യൂ കൊണ്ട് സാധ്യമല്ലാത്ത ഒരു ഫേമിലൊക്കെ ആണെങ്കിൽ അവര് ഈ കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസുകളും ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും പഠിക്കാനില്ല. ഇത് രണ്ടും സാധ്യമല്ല എങ്കിൽ, അതായത് പേഴ്സണൽ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയറും സാധ്യമല്ലാതെ വരുന്ന സാഹചര്യത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില ഓർഗനൈസേഷൻസുകള് എംപ്ലോയീസിന്റെ പ്രിഫറൻസും ബെനഫിറ്റ്സിനെ കുറിച്ചിട്ടുള്ള അവരുടെ ആ ഒരു എന്താ പറയാ സിഗ്നിഫിക്കൻസ് ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ള മാർക്കറ്റിംഗ് ടൂൾസുകൾ ഉപയോഗിക്കുന്നു. When certain alternative plans have been formulated by the employees, then only these sophisticated research tools can be implemented. Thus, most of the time, simplified questionnaire and interviews are followed by these techniques
and it may require further interviews or use of questionnaire. ഇനി ഇപ്പോ when certain alternative plan has been formulated by employers, അതായത് ഇപ്പോ എന്താണ് എംപ്ലോയേഴ്സ് ഇപ്പോ എന്താണ് കൂടുതൽ അവരിപ്പോ ഏതെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള റിസർച്ച് മെത്തേഡുകൾ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റിനെയർ ആണെങ്കിലും ഇന്റർവ്യൂസ് ആണെങ്കിലും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള വിപുലീകരിച്ചിട്ടുള്ള ഇന്റർവ്യൂസുകളും ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റിനെയർ ആണെങ്കിലും കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റിനെയറും മറ്റും പ്രിപ്പയർ ചെയ്യണം എന്ന്. അതാണ് കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ളത്, സിമ്പിൾ അല്ല, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മെത്തേഡ്സുകൾ കൂടി നമുക്ക് ഈ ഒരു ബെനഫിറ്റ്സിന്റെ പ്രിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിന് നമുക്ക് നൽകാവുന്നത്. ഓക്കെ, അപ്പൊ എംപ്ലോയി ചോയ്സില് 3 രീതികളാണ് നമ്മൾ നോക്കിയത്. പേഴ്സണൽ ഇന്റർവ്യൂസ്, സിംപ്ലിഫൈഡ് ക്വസ്റ്റിനെയർ, സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്, 3 മെത്തേഡ്സുകൾ. ഓക്കെ, ഇനി നിങ്ങളത് വായിച്ചു നോക്കാം, മനസ്സിലാക്കി വായിക്കാം കേട്ടോ. അത് ബൈപ്പാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നൊന്നല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കാം, വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചോ? കംപ്ലീറ്റ് ചെയ്യാത്ത വായിക്കാനുള്ളവര് ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? 3 വായിച്ചോ? ഇന്റർവ്യൂ, ക്വസ്റ്റിനെയർ, ദെൻ സോഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് പോയിന്റ് പറയാം കേട്ടോ. അടുത്തത് 6ാമത്തെ പോയിന്റ് ആണ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്താ? കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് എന്ന് പറഞ്ഞാൽ ചിലവ് നിയന്ത്രിക്കുക, നിയന്ത്രണം. The main focus remains either on the reduction of the size of the claim or decreasing administrative cost linked with benefit plans so that benefit cost can be controlled. എന്താണ് പറയുന്നത്? കോസ്റ്റ്, ചെലവ് കുറയ്ക്കാമെന്ന്. ആരുടെയാണ് ചെലവ് കുറയ്ക്കുന്നത്? ആരുടെയാണ് ചെലവ് കുറയ്ക്കുന്നത്? ആരാണ്? എംപ്ലോയീസ് ആണോ, എംപ്ലോയർ ആണോ? ആരായിരിക്കും ചെലവ് കുറയ്ക്കുന്നത്? എംപ്ലോയർ ആണോ, എംപ്ലോയീസ് ആണോ? നോക്കാം. The main focus remains either on reduction of the size of claim or decreasing administrative cost. അല്ലെ, എംപ്ലോയർ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് കുറയ്ക്കാമെന്ന്. എങ്ങനെ കുറയ്ക്കാം? അതായത് ഏത് റിഡക്ഷൻ ഓഫ് സൈസ് ഓഫ് ദ ക്ലെയിം, സൈസ് കുറച്ചുകൊണ്ടും. എങ്ങനെ സൈസ്? അതായത് നമ്മൾ ക്ലെയിം കൊടുക്കുമല്ലോ, ബെനഫിറ്റ്സുകളുടെ സൈസ്, എണ്ണം കുറച്ചുകൊണ്ടും, അതുപോലെ തന്നെ ആ ബെനഫിറ്റ്സുകളുടെ സൈസ് കുറച്ചിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ്സിന്റെ, അതായത് എംപ്ലോയറിന്റെ ചിലവ് കുറയ്ക്കാന്ന്, ബെനഫിറ്റ്സ് കുറയ്ക്കാന്ന്. സോ ബെനഫിറ്റ്സ് ക്യാൻ
benefit cost can be controlled. Benefit plan, benefit cost control ചെയ്യാം, നിയന്ത്രിക്കാം. Then the attempts of these methods are to lower the cost or at least lower the rate increase cost rather than transferring these costs to employees. In most of the cases, the main focus of employer is to reduce their own cost. ഒരുമിച്ച് വായിച്ചാൽ അത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. നോക്കാം. The attempt of these methods are to lower the cost or at least lower the rate of increase of cost rather than transferring these costs to employees. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുകയാണ്, അതായത് എംപ്ലോയറിന്റെ ചെലവ് കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ബെനഫിറ്റ്സുകളുടെ സൈസുകളൊക്കെ കുറയ്ക്കാം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ക്ലെയിംസ് ഒക്കെ കുറച്ചുകൊണ്ട് അവരുടെ ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കാണ്. സോ ഇവിടെ പറയുന്നത് അറ്റംപ്റ്റ്സ്, അതായത് എങ്ങനെ നമുക്ക് എംപ്ലോയീസിന്റെ ചെലവ് കുറയ്ക്കാമെന്ന്. അതായത് എംപ്ലോയീസിന് ചെലവുകൾ നമ്മൾ കോസ്റ്റുകൾ കൊടുക്കുന്നതിന് പകരം എംപ്ലോയീസ് എന്ത് ചെയ്യും, എംപ്ലോയർ തന്റെ ചെലവ് കുറയ്ക്കാൻ നോക്കുന്നു. അതായത് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നതിന് പകരം അവർക്ക് അത് ബെനഫിറ്റ്സ് കൊടുക്കാതിരിക്കുക. ഇപ്പൊ എല്ലാ കമ്പനികളും ഈ പറഞ്ഞ ബെനഫിറ്റ്സുകൾ കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? അങ്ങനെ എല്ലാ കമ്പനികളും ഇങ്ങനെയുള്ള എല്ലാ ബെനഫിറ്റ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നൊന്നുമില്ല, അല്ലെ? ഇപ്പൊ പ്രൈവറ്റ് ഫേംസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിലവർ വർക്ക് ചെയ്യുന്നിടത്ത് ഈ പറയുന്ന ബെനഫിറ്റ്സ് ഒന്നും ലഭിക്കാത്തവരുണ്ടാകാം, ഇല്ലേ? കേട്ടോ, PF, ESI ഇതൊക്കെ എല്ലാ പ്രൈവറ്റ് ഫേംസും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. ഉണ്ടോ? നിർബന്ധമുണ്ടോ? അങ്ങനെ റൂളൊക്കെ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും പ്രൈവറ്റ് ഫേംസ് ഒന്നും അങ്ങനെ നമുക്ക് എന്താ പറയാ നിർബന്ധമായിട്ടും എല്ലാ കമ്പനികളും PF, ESI ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ അത് എംപ്ലോയറിന്റെ കോസ്റ്റ് കുറയ്ക്കുകയാണ് അവര്, അല്ലെ? കാരണം ബെനഫിറ്റ്സ് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നാവുമല്ലോ, കാരണം കോൺട്രിബ്യൂട്ടറി ആണ്. സോ ഇതൊക്കെ കൊടുക്കാതെ തന്നെ അവരുടെ ചെലവ്, എംപ്ലോയറിന്റെ ചെലവ് കുറയ്ക്കാനാണ് എംപ്ലോയർ ശ്രമിക്കുന്നതെന്ന്, അല്ലാതെ ബെനഫിറ്റ്സ് കൊടുത്തുകൊണ്ട് കോസ്റ്റ് കൂട്ടാനല്ല എംപ്ലോയർ ഒരിക്കലും ചെയ്യുന്നത്. ഓക്കെ, എംപ്ലോയറിന്റെ കയ്യിൽ നിന്നുള്ള ചെലവ്, തന്റെ ചെലവ് കുറയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ബെനഫിറ്റ്സ് അധികം കൊടുക്കാതിരിക്കുക. ഇപ്പൊ PF ആണെങ്കിലും ESI ആണെങ്കിലും എംപ്ലോയറും അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? നമ്മൾ പഠിച്ചില്ലേ കഴിഞ്ഞ ദിവസം? എംപ്ലോയീസിന്റെ മാത്രമല്ല, സെയിം എമൗണ്ട് തന്നെ എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സോ അതൊക്കെ അയാളുടെ ചെലവല്ലേ, അല്ലെ? അപ്പൊ എംപ്ലോയർ മാക്സിമം എംപ്ലോയറിന്റെ ചെലവ് കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന്, അല്ലാതെ ചെലവ് എംപ്ലോയീസിന് കൊടുക്കാനല്ല നോക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. കുറച്ച് വളച്ചൊടിച്ച് തന്നിരിക്കുന്നത് മാത്രം. Then, however, some benefits are also given to the employee, resulting from cost reduction in the form of providing additional benefits to the employees or decreased rate of rising in accessible expenses. ഇനി ഈ പറയുന്നത് എന്താണ്? അതായത് ഇപ്പൊ എംപ്ലോയീസിന് അധികമായിട്ടുള്ള കോസ്റ്റുകൾ ബെനഫിറ്റ്സുകൾ കൊടുക്കാതെ അത് ചെലവ് കുറയ്ക്കാവുന്ന അതിലൂടെ, അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനഫിറ്റ്സുകൾ മാത്രം കൊടുത്തുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ബെനഫിറ്റ്സുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എംപ്ലോയർ എന്ത് ചെയ്യും? എംപ്ലോയറിന്റെ ചിലവ് കുറയ്ക്കുന്നു. നോക്കാം. Apart from the plans of medical expenses, the different types of provisions and practices which are most common cost containment methods and are being implemented by many employers at present are stated below. ഇപ്പോ മെഡിക്കൽ ചിലവുകൾക്ക് പുറമെ നമ്മളിപ്പോ മെഡിക്കൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തുകൊണ്ട് സാധാരണമായിട്ട് നമുക്ക് ചിലവുകളൊക്കെ അയാൾക്ക് നിയന്ത്രിക്കാവുന്നത്. അത് 3 രീതികളാണ് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പറയുന്നത്. നോക്കാം. 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഈ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. which are the most common cost containment methods. അതായത് ചെലവ് കുറയ്ക്കാനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള മെത്തേഡ്സുകളാണ് ഈ പറയുന്ന 3 പോയിന്റുകൾ. താഴെ ഒരു ആരോ മാർക്ക് വരച്ചിട്ടേക്കാം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? കണ്ടോ, മോസ്റ്റ് കോമൺ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് മെത്തേഡ്സ് ആർ ബീങ് ഇംപ്ലിമെന്റഡ് ബൈ മെനി എംപ്ലോയേഴ്സ് അറ്റ് പ്രസന്റ് ആർ സ്റ്റേറ്റഡ് ബിലോ. നമുക്ക് എംപ്ലോയേഴ്സിന്റെ കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സുകളാണ് താഴെ ഇനി പറയാൻ പോകുന്നത്. 3 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ അതൊന്നും ആരോ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് അത്. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം കേട്ടോ. 3 മെത്തേഡ്സുകളാണ്. മെത്തേഡ്സുകൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ.
നോക്കാം. ഒന്നാമതായിട്ട് പറയുന്ന മെത്തേഡ് ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിംഗ് ക്യാഷ് ഫ്ലോ ആൻഡ് റെഡ്യൂസിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ് ഓഫ് ഫണ്ടിങ് അതായത് എന്താണ് പറയുന്നത്? അതായത് ഓൾട്ടർനേറ്റീവ് മറ്റ് ഇതര ടെക്നിക്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന്. അത് ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എംപ്ലോയറിന്റെ ചെലവ് കുറയ്ക്കാനും മറ്റ് ഇതര ഫണ്ടുകൾ അല്ലെങ്കിൽ ഇതര പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന്. അതാണ് ഓൾട്ടർനേറ്റീവ് ടെക്നിക്സ്. ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് ടെക്നിക്സിൽ പറയാൻ പറ്റുന്നത്? അവരുടെ ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അതായത് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല, എംപ്ലോയറിന്റെ ചെലവ് കുറയ്ക്കാനായിട്ട് മറ്റ് ടെക്നിക്സുകൾ എന്തൊക്കെ കൊടുക്കാം? എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കി. എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് പോകാതെ, എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് ചെലവ് വരാത്ത രീതിയിൽ മറ്റ് ബെനഫിറ്റ്സുകളും കാര്യങ്ങളും നമുക്ക് എങ്ങനെ കൊടുക്കാം എംപ്ലോയീസിന്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്ക്, ഒന്ന് മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ചാൽ കിട്ടുമല്ലോ. എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് കൊടുക്കാതെ മറ്റു രീതികളിൽ നമുക്ക് എങ്ങനെ ബെനഫിറ്റ്സുകളായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഒരു രീതികളും ഇല്ല, മെത്തേഡ്സ് ഒന്നും ഇല്ലേ? എന്തൊക്കെയാണ്? പറഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആലോചിച്ചപ്പോ കിട്ടിയത് പറഞ്ഞോളൂ. ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങിയാണോ എല്ലാവരും? ഉറങ്ങനെയാണോ ക്ലാസ്സിലിരുന്ന്? നിങ്ങളെ പേര് മാത്രം കാണുന്നുള്ളൂ. നയന ഉറങ്ങിയായിരുന്നോ? ആണോ? ഇല്ല. ഓക്കെ, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നിങ്ങളുടെ പേരിൽ മാത്രം ഞങ്ങൾ കാണാൻ പറ്റുന്നുള്ളൂ അല്ലെ? ടീച്ചറിനെ മാത്രം നിങ്ങൾ കാണുന്നുള്ളൂ. സോ നിങ്ങൾ ഇതിന്റെ ബാക്കിൽ ഇരുന്ന് ഉറങ്ങിയണോ? ചിലപ്പോൾ അടുക്കളയിൽ പണിയുണ്ടാകും അല്ലെ? എന്താ ചെയ്യണേന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിയാണോ എന്ന് ചോദിക്കുന്നത്. കാരണം അത്ര വലിയ എന്താ പറയാ, കേട്ടിരിക്കാനായിട്ട് ഈ ഒരു സമയത്ത് കേട്ടിരിക്കാൻ വലിയ സുഖമുള്ളൊരു സംഭവം അല്ല ഞാൻ എടുക്കുന്നത് അല്ലെ? കുറച്ച് ടഫായിട്ടുള്ള പോർഷൻസ് ആണ്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ക്ലാസ് വെച്ചിട്ട് ഉറങ്ങണവരുണ്ടാകും. നിങ്ങളല്ല കേട്ടോ, ഉറങ്ങണവർക്കാണ് ഞാൻ പറഞ്ഞത്. ഉറങ്ങണവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാട്ടോ. സോ ഇനി നമ്മുടെ പോയിന്റിലോട്ട് വരാം. കിട്ടിയോ? ആലോചിച്ചിട്ട് ഉറങ്ങിയ ആൾക്കാരെയൊക്കെ ഒന്ന് എണീപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സംസാരിച്ചത്. എന്നിട്ട് കിട്ടിയോ? ഒന്നും കിട്ടിയില്ല പോയിന്റ് ആലോചിച്ചിട്ട്. എംപ്ലോയറിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മറ്റു ഓൾട്ടർനേറ്റീവ് ടെക്നിക്സുകൾ പറഞ്ഞോളൂ. പോയിന്റ് പറയൂ. കിട്ടിയ ആരെങ്കിലും പറഞ്ഞോളൂ. തെറ്റിപ്പോണെങ്കിൽ തെറ്റിപ്പോയിക്കൊള്ളട്ടെ, ഒരു കുഴപ്പമില്ല. കിട്ടാഞ്ഞിട്ടാണോ? ഒരു എക്സാമ്പിൾ കിട്ടുന്നില്ല? ഓക്കെ, പോട്ടെ, ഞാൻ തന്നെ പറയാം. നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അത് പറ്റുന്നില്ല. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞത് എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് കോസ്റ്റ് വരാത്ത രീതിയിൽ നമുക്ക് മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യാവുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് അല്ലെ, ഗവൺമെന്റ് ഫണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ കൊടുക്കുക, അതുപോലെ ഗ്രാന്റുകളൊക്കെ കൊടുക്കുക അല്ലെ, മറ്റ് ഗ്രാന്റുകള് അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് അങ്ങനെയുള്ള ഫണ്ടുകൾ കൊടുക്കുക. അപ്പൊ ആളുടെ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് മാത്രം ചെലവ് വരുന്നില്ല എന്ന്. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ devising a competitive bidding among the insurance firms and third-party administrators, which can reduce administrative cost. ഇനി third-party administrative TPA അല്ലെ, അതുപോലെ തന്നെ നമ്മളോട് പറയുന്നത് ഒരു കോമ്പറ്റേറ്റീവ് ബിഡിങ് വെക്കാണ്. ഇനി എന്താണ് ബിഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഇൻഷുറൻസ് കമ്പനികളൊക്കെ തമ്മിൽ ഒരു ബിഡിങ് വെക്കുക. എന്താ പറയാ? ബിഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ലേലം വിളിക്കാന്നൊക്കെ പറയില്ലേ, അതാണ് മീനിങ്. ഇവിടെ ബിഡിങ് ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പോ ഇൻഷുറൻസ് ഫേംസുകള്, അതായത് ഇപ്പൊ നമുക്കറിയാം ഇൻഷുറൻസ് ഫേംസുകള് എന്താണ് ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് എടുക്കാന്ന് വിചാരിക്കുക നിങ്ങള്. അപ്പോ നമ്മൾ 1-2 ഇൻഷുറൻസുകളുമായിട്ട് നമ്മളൊന്ന് അന്വേഷിക്കില്ലേ? അപ്പോ ചിലതിന്റെ പ്രീമിയം ഇത് കുറവായിരിക്കും, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എങ്ങനെയാണ് അതിന്റെ കവറേജ്. പക്ഷെ എമൗണ്ട് കുറവാണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി കവറേജ് നമുക്ക് കിട്ടും. ചിലപ്പോ മറ്റൊരു ഇൻഷുറൻസ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ ഭയങ്കര എന്താ പറയാ, അടയ്ക്കുന്ന എമൗണ്ട് വളരെ ഒരു വലുതാണ്, പക്ഷെ നമുക്ക് അടയ്ക്കുന്ന അത്തരത്തിലുള്ള കവറേജുകളൊന്നും കിട്ടില്ല ഇല്ലേ? നമ്മൾ 1-2 അന്വേഷിക്കും. ഒരു ക്ലെയിം ചേരണോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ അന്വേഷിക്കാറില്ലേ? അല്ലാതെ ഒരെണ്ണം മാത്രം അവര് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് മാത്രം നമ്മൾ എടുക്കാറുണ്ടോ ഇൻഷുറൻസ്?
ഇല്ല അല്ലെ? നമ്മൾ ഒന്ന് രണ്ട് കമ്പനികൾ നോക്കും, അതില് നമുക്ക് ഏതാണോ ബെറ്റർ, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കവറേജ് ഒക്കെ കിട്ടുന്നുണ്ടോ അല്ലെ, അതിനുള്ള ഫണ്ടിനുള്ള കവറേജുകൾ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആ ഒരു തിരഞ്ഞെടുക്കുള്ളൂ. സോ ഇവിടെ പറയുന്നത് കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ആണെന്ന്. അതായത് ഇതുപോലെ പോളിസി ഉടമകള് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു നിബന്ധനകളോടെ നമ്മൾ മത്സരിക്കുകയാണ് അവിടെ. മനസ്സിലായോ? അതായത് ഇൻഷുറൻസ് കമ്പനികൾ മത്സരിക്കുകയാണ്. അതായത് ഏത് ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ നല്ല ക്ലെയിമാണ്. നിങ്ങൾ വിളിക്കാറില്ലേ ഇൻഷുറൻസ് ഒക്കെ എടുക്കാൻ പറഞ്ഞോണ്ട്? വിളിക്കാറുണ്ടോ? കോൾസ് ഒക്കെ വരും അല്ലെ, നല്ലതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കഴിഞ്ഞ് വിളിച്ചു വെച്ചിരിക്കുമ്പോഴായിരിക്കും അടുത്ത വേറൊരു ഇൻഷുറൻസ് കമ്പനികൾ വിളിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കവറേജുകളും ക്ലെയിമിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് അങ്ങനെയുള്ളൊരു മത്സരമാണെന്നത്. സോ അപ്പൊ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഷുറൻസിലൊക്കെ മെമ്പർ ആവും അല്ലെ, ഏത് ഇൻഷുറൻസ് നമ്മൾ അവിടെ എടുക്കുന്നു. സോ അത് അഡ്മിനിസ്ട്രേറ്റീവിന്റെ കോസ്റ്റ് കുറയ്ക്കുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഒരു തേർഡ് പാർട്ടിയിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ. മൂന്നാമതായിട്ട് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എംപ്ലോയി അസിസ്റ്റൻസ് ആൻഡ് വെൽനസ് പ്രോഗ്രാംസ് which can control future medical claims and reduce absenteeism. ഇതാണ് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എംപ്ലോയി അസിസ്റ്റൻസ് ആൻഡ് വെൽനസ് പ്രോഗ്രാംസ് which can control future medical claims and reduce absenteeism. എന്താണ് പറയാ? അതായത് നമുക്കിപ്പോ ഫ്യൂച്ചറിലെ ആ ഒരു മെഡിക്കൽ ക്ലെയിംസുകളൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ എന്താണ് ആബ്സെന്റിസത്തെ ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന വെൽനസ് പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാന്ന്, കുറയ്ക്കാന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണോ നമ്മൾ പഠിച്ചായിരുന്നു എംപ്ലോയീസിന് കുറെ വെൽനസ് പ്രോഗ്രാംസുകൾ കൊടുക്കുന്നത്? പഠിച്ചോ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ. ഏതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന വെൽനസ് പ്രോഗ്രാംസ്? ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് നമുക്ക് കുറെ പോയിന്റ്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഏതെങ്കിലും രണ്ടെണ്ണം പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിലല്ല കേട്ടോ, രണ്ട് ക്ലാസ്സിന് മുന്നേ നമ്മൾ പഠിച്ചായിരുന്നു എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന വെൽനസ് പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ വെൽഫെയർ പ്രോഗ്രാംസുകൾ. ഓർക്കുന്നുണ്ടോ? ഒന്നും ഓർക്കണില്ല. ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓർക്കാറില്ല, അങ്ങനെയാണോ? എന്തൊക്കെയാണ് വെൽഫെയർ പ്രോഗ്രാംസുകൾ? ഹൗസിംഗ് കൊടുക്കും, ഹൗസിംഗ് ലോൺസുകൾ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ്? പിക്നിക്കിന് കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞോ? പിന്നെ നമ്മള് എന്താ 2020 ഒക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓർക്കുന്നുണ്ടോ? ഇപ്പൊ ഓർമ്മ വന്നല്ലേ അല്ലേ? ക്രെഡിറ്റ് സൊസൈറ്റികള്, അങ്ങനെ കുറെ ഒരുപാട് ഇങ്ങനെ നമ്മൾ വെൽനസ് പ്രോഗ്രാംസുകൾ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഇവിടെ പറയുന്നത് അങ്ങനെ ഒത്തിരി വെൽനസ് പ്രോഗ്രാംസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, അതിനെയൊക്കെ നമുക്ക് കുറച്ച് ചുരുക്കാമെന്ന്. അങ്ങനെ ചുരുക്കിക്കൊണ്ട് എന്താണ് നമുക്ക് അങ്ങനെയുള്ള എംപ്ലോയീസിന്റെ ക്ഷേമ പ്രോഗ്രാംസിലൊക്കെ കുറച്ചുകൊണ്ട് ആ ഒരു മെഡിക്കൽ ക്ലെയിംസിനെയൊക്കെ നിയന്ത്രിക്കാമെന്ന്. അതായത് ഒരുപാട് ഇത് കൊടുക്കാതെ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ മാത്രം കൊടുക്കാമെന്ന്. അല്ലാതെ ഒരുപാട് ഇപ്പോ ഹൗസിംഗ് ലോൺ നമ്മൾ ഒരുപാട് വെൽഫെയർ പ്രോഗ്രാംസ് ഒക്കെ പഠിച്ചു. അപ്പൊ അതൊക്കെ കുറച്ച് ഒഴിവാക്കിക്കൊണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് മാത്രം കൊടുത്തുകൊണ്ട് എംപ്ലോയീസിന്റെ ആ ഒരു കോസ്റ്റ്, എംപ്ലോയറുടെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ 3 രീതിയാണ് എംപ്ലോയിയുടെ കോസ്റ്റ്, എംപ്ലോയറിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇടയ്ക്ക് ഞാൻ പറയുമ്പോഴേ എംപ്ലോയിയും എംപ്ലോയറും പെട്ടെന്ന് ആ ഒരു ഫ്ലോയിലൊക്കെ മാറിക്കോട്ടെ, ശ്രദ്ധിക്കണോ? ഞാൻ തെറ്റ് പറയുന്നുണ്ടാ നോക്കണേ. ഓക്കെ. ദെൻ ലാസ്റ്റ് അതിനെ നമ്മള് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. Considering that most plans which are formulated by employers also cover the dependents, the awareness has also increased with respect to informing dependents of the employees about different type of benefit plans organized by the firm. For example, in a benefit orientations, then spouses can be invited to participate. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ കൊടുക്കുന്ന ബെനിഫിറ്റ്സ്, എംപ്ലോയീസിന് കൊടുക്കുന്ന ബെനിഫിറ്റ്സുകളില് ചില ബെനിഫിറ്റ്സുകളിൽ നമ്മുടെ എംപ്ലോയീസിന്റെ ഡിപ്പെൻഡൻസിനെയും കൂടി അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മൾ വെൽഫെയറിൽ തന്നെ പഠിച്ചു, അതില് എത്ര ഇത് നമ്മളുടെ ആശ്രിതരെയും കൂടി അത് ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. ഏതൊക്കെയാണ് പഠിച്ചതില്? ഏതൊക്കെയാണ്? നമ്മൾ കുറെ ബെനിഫിറ്റ്സുകൾ പഠിച്ചില്ലേ? അതില് ഡിപ്പെൻഡേഴ്സിനും കൂടി പ്രാധാന്യം കൊടുക്കുന്ന കവർ ചെയ്യുന്ന ബെനിഫിറ്റ്സുകൾ ഏതൊക്കെയാണ്?
പെട്ടെന്ന് കമന്റ് ചെയ്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് കേട്ടോ. അതായത് ആശ്രിതർക്കും കൂടി ഫാമിലിക്കും കൂടി കവറേജ് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ബെനഫിറ്റ്സുകൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാണ്? ഒന്നുമില്ല. ഈ ഒരു ചാപ്റ്റർ ആരും പഠിച്ചിട്ടില്ലെന്നാണോ? PF പറയാം. പിന്നെ വേറെ എന്തൊക്കെയാണ്? വേറെ എന്തൊക്കെയാണ്? PF മാത്രമുള്ളോ? ESI ഇല്ലേ? വേറെ എന്തൊക്കെയാണ്? ഇൻഷുറൻസുകള്, വെൽഫെയർ പ്രോഗ്രാംസിലും നമ്മൾ കുറെ ഡിപ്പെൻഡൻസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഹൗസിംഗ് ലോൺസുകൾ കാര്യങ്ങൾ പഠിച്ചു. ഫാമിലിക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ലോൺസുകൾ പഠിച്ചു അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒട്ടനവധി ആയിട്ടുള്ള എംപ്ലോയീസ് ഡിപ്പെൻഡേഴ്സിനെ കൂടി കവർ ചെയ്യുന്ന തരത്തിലുള്ള പ്ലാൻസുകൾ ഉണ്ട്. അപ്പൊ അതിനാൽ തന്നെ എംപ്ലോയീസ് അബൌട്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബെനഫിറ്റ് പ്ലാൻസ് ഓർഗനൈസ്ഡ് ബൈ ദ ഫേം. അപ്പൊ അവരും കൂടി നമ്മൾ ഈ പ്ലാൻസിനെ കുറിച്ചൊക്കെ അറിയേണ്ട കാര്യങ്ങളുണ്ട് അല്ലെ? അതായത് നമ്മൾ PSI ആണെങ്കിലും PF ആണെങ്കിലും അത് ഫാമിലി മെമ്പേഴ്സിനും കൂടി കവർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ അവരും കൂടി അതില് ഡിപ്പെൻഡൻസും കൂടി ഇതിനെ കുറിച്ച് ബെനഫിറ്റ്സുകളെ കുറിച്ച് അറിയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഫോർ എക്സാമ്പിൾ ഇൻ എ ബെനഫിറ്റ് ഓറിയന്റേഷൻ, ഇപ്പൊ ബെനഫിറ്റ് ഓറിയന്റേഷൻ എന്തെങ്കിലും ചെറിയൊരു ക്ലാസ്സുകളോ ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെ വെക്കുമ്പോൾ സ്പോൺസേഴ്സ് ക്യാൻ ബി ഇൻവൈറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ്. സ്പോൺസേഴ്സ് ആരാണ്? കേട്ടിട്ടുണ്ടോ? അതായത് പാർട്ടിസിപ്പേറ്റ് ഇങ്ങനെ ഓറിയന്റേഷൻ ക്ലാസ് വെക്കുമ്പോൾ നമ്മളുടെ പാർട്ണറും കൂടി, അതായത് ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനെ കൂടി ഈ ഒരു ഓറിയന്റേഷൻസിലൊക്കെ ഉൾപ്പെടുത്താവുന്ന, കാരണം അവർക്കും കൂടി അതിൽ ആ ഒരു കവറേജ് കിട്ടുന്നുണ്ടല്ലോ, കവറേജ് ചെയ്യുന്നുണ്ടല്ലോ, ഡിപെൻഡൻസിനെ കവർ ചെയ്യുന്നതിനാല് ആ ഒരു ബെനഫിറ്റ് ഓറിയന്റേഷൻസിൽ അവരെയും കൂടി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാവുന്ന. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെനഫിറ്റ്സിനെ കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്കും ഒരു എന്താ പറയാ ഒരു അറിവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നു. ഓക്കെ, കോസ്റ്റ് കണ്ടെയ്ൻമെന്റ് ആണ് നമ്മൾ നോക്കിയത്. കോസ്റ്റ് കണ്ടെയ്ൻമെന്റിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? എംപ്ലോയീസ് നമ്മൾ കൊടുക്കുന്ന ബെനഫിറ്റ്സുകളുടെ സൈസ് ഒക്കെ കുറച്ചുകൊണ്ട് എംപ്ലോയറിന്റെ കോസ്റ്റ് പരമാവധി കുറയ്ക്കുക. എങ്കിലും ബെനഫിറ്റ്സ് ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെനഫിറ്റ്സുകളൊക്കെ നൽകിക്കൊണ്ട് വെൽഫെയർ ടൈപ്പ് നമ്മൾ കൊടുക്കുന്ന ബെനഫിറ്റ്സുകളൊക്കെ ചുരുക്കിക്കൊണ്ട് എംപ്ലോയീസിന് ബെനഫിറ്റ്സ് കൊടുക്കുക, എംപ്ലോയറിന്റെ കോസ്റ്റ് പരമാവധി കുറയ്ക്കും. ഓക്കെ, ഇങ്ങനെ വായിച്ചു നോക്കിയ പോയിന്റ് കോസ്റ്റ് കണ്ടെയ്ൻമെന്റ്. അർത്ഥം മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ആ 3 പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. 3 മെത്തേഡ്സുകളുണ്ടല്ലോ, കോസ്റ്റ് കുറയ്ക്കുന്ന 3 മെത്തേഡ്സുകൾ ഒന്ന് പോയിന്റ് ചെയ്ത് വെക്കുക കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. വായിച്ചോ?
ഇത് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? പ്രൈവറ്റ് ഫോം ആണോ? പ്രൈവറ്റ് ഫോം അല്ലേ? ഓക്കെ. എല്ലാവരും എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഉണ്ടായിരുന്നോ ESIയും PF? ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. കാരണം എല്ലാ ഫോമും ഈ പറയുന്ന ബെനിഫിറ്റ്സ് കൊടുക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. അത് അവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലവാണ് അല്ലെ? എംപ്ലോയർക്ക് സാലറിക്ക് പുറമെ കൊടുക്കുന്ന അധിക ചെലവാണ് അവർക്ക് അല്ലെ? അപ്പോൾ ചില കമ്പനികൾ അത് കൃത്യമായിട്ടും PF ആണെങ്കിലും ESI ആനുകൂല്യങ്ങളും മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ചില കമ്പനികൾ പ്രൊവൈഡ് ചെയ്യണില്ല. നമ്മൾ പഠിക്കുമ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കണമല്ലോ. നാളെ നിങ്ങൾ ഭാവിയിൽ ജോലിക്കൊക്കെ കയറുമ്പോഴേ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് നിർബന്ധം. പക്ഷെ അങ്ങനെ എല്ലാവരും ഒരുപോലെ ഈക്വലായിട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല. ഓക്കെ. ഇത് ഇപ്പൊ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ? 20-ൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. കാരണം അവർക്ക് ഇപ്പൊ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിലും കയ്യിൽ നിന്നൊരു ഭാഗം ചെലവാവണുണ്ടല്ലോ. അപ്പൊ ചെലവൊക്കെ ചുരുക്കാൻ വേണ്ടിയിട്ടും അവര് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കൊടുക്കാതെ ഇരിക്കാം. ഓക്കെ. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്? ഓക്കെ. അടുത്തത് 7ാമത്തെ പോയിന്റ് ആണ്. 7ാമത്തെ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആണ്. നോക്കാം. കമ്മ്യൂണിക്കേഷൻ. ഇതെളുപ്പമുള്ളൊരു പോയിന്റ് ആണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നോക്കാം. Earlier, not much attention was paid towards communicating different type of benefits plans to the employee by the employers. അതായത് ഏർലിയർ കുറച്ചും കൂടി പഴയ കാലഘട്ടത്തിലല്ല, കുറച്ചു മുന്നേ, അതായത് ഇന്നത്തെ ആ ഒരു സമൂഹ സിറ്റുവേഷനിലല്ല, കുറെ കാലങ്ങൾക്ക് മുൻപ് ഇതുപോലെ നമ്മൾ ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിനെ കുറിച്ച് എംപ്ലോയീസിനോട് ഇങ്ങനെ ബെനിഫിറ്റ്സുകളെ കുറിച്ചൊക്കെ പറയും. കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന്. മുമ്പ് പഴയ കാലഘട്ടങ്ങളിൽ ഇതുപോലെ ബെനിഫിറ്റ്സുകൾ അവർക്ക് അത് കിട്ടിയാലും കിട്ടും, അല്ലെങ്കിൽ അതിനെ കുറിച്ച് പറയുകയോ കൂടുതലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ വലിയ കണക്ഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. The main attitude behind this was the employers thought that any kind of benefit which is provided to the employees will be appreciated by them. അതായത് ജീവനക്കാർക്ക് നൽകുന്ന ആ ഒരു എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ഏതൊരു ബെനിഫിറ്റ് ആണെങ്കിലും അതില് ഒരു വിലമതിക്കുന്ന ഒന്നായിരുന്നത്. അതിൽ കൂടുതൽ അവര് എങ്ങനെയാണോ ബെനിഫിറ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല. The literature prepared by the insurance company for the coverage was only available information which was provided to the employees. ഇവിടെ പറയുന്നത് ഇപ്പോ ഇൻഷുറൻസ് കമ്പനികൾ അവരുടെ കവറേജിനായിട്ടൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് എംപ്ലോയീസിന് നൽകിയിരുന്നത്. അല്ലാതെ അതിൽ കൂടുതൽ ബെനിഫിറ്റ്സിന്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇത്ര കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് അതൊന്നും കൃത്യമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. But in the recent past, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് this situation has changed significantly. ഈ ഒരു സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആവശ്യമാണ്. The different type of information related to benefit plans are required to be given to the employee by the employers according to the legal framework. അല്ലെ, ഇന്ന് നമുക്ക് ഇത് നിയമപരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലീഗൽ ആയിട്ടുള്ള കുറെ നിയമങ്ങൾ വന്നിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്താണ് മിനിമം വേജസ് ആക്ട്, അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ആക്ട്, ബോണസ് ആക്ട് എന്നിങ്ങനെയുള്ള നമുക്ക് എംപ്ലോയീസിന് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള കുറെ ബെനിഫിറ്റ്സുകളെ കുറിച്ചുള്ള നിയമങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നിയമപ്രകാരം നമുക്ക് ഈ ബെനിഫിറ്റ്സ് നമുക്ക് നേടിയെടുക്കാം അല്ലെ. അപ്പൊ ഇന്ന് ഇങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതിനാൽ തന്നെ എംപ്ലോയീസിനോട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇൻഫോർമേഷൻസ് തീർച്ചയായിട്ടും നൽകിയിരിക്കണം. ഇന്ന് പണ്ടുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ നിയമങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ബെനിഫിറ്റ്സുകളെ കുറിച്ചോ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ലീഗലായിട്ട്
ഇങ്ങനെ ബെനഫിറ്റ്സുകളെ കുറിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. നിയമങ്ങളുണ്ട്, ആക്ടുകളുണ്ട്, ഇതുപോലെ എംപ്ലോയീസ് ആക്ടുകൾ ഉണ്ട് ഒരുപാട്. പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ അറ്റ്ലീസ്റ്റ്? മിനിമം വേജസ് ആക്ട്, അതുപോലെ ബോണസ് ആക്ട്, പിന്നെ എന്തൊക്കെയാണ് ഗ്രാറ്റുവിറ്റി ആക്ട് എന്നിങ്ങനെയുള്ള കുറച്ച് ആക്ടുകളൊക്കെ ഉണ്ട്. ഓരോ ആക്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്, ആ നിയമപ്രകാരം എന്തൊക്കെയാണ് അവിടെ പറയുന്നത്. അപ്പോ ഇതൊന്നും കേൾക്കാത്തവരാണെങ്കിലേ ചുമ്മാ ഇരിക്കുമ്പോ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കാട്ടോ, ആക്ടിൽ എന്തൊക്കെയാണ് പറയുന്നത്. മേ ബി നമുക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ആക്ടുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളിപ്പോ PF നിങ്ങൾക്ക് മിനിമം വേജ് ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ആക്ടുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ. Apart from this, most of the employers found that the employees are not serious about the different type of benefit plans, and they do not understand the significance of these benefits plans for themselves and for their families. പക്ഷെ ഇതിന് പുറമെ എന്താണ്, എംപ്ലോയീസിന് ബെനഫിറ്റ്സിനെ കുറിച്ച് ഗൗരവമില്ലെന്നും അല്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ചുള്ള വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലെന്നാണ് നമ്മൾ എംപ്ലോയർ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഇപ്പോ ഇന്ന് അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. Moreover, the cost which is incurred by the employer is not recognized by them. The dissatisfaction which arises due to the different type of misunderstandings regarding the benefits plans can be reduced significantly with the help of effective communication. അല്ലേ? അതായത് ഇപ്പൊ നമ്മള് ഒരു ബെനഫിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് എംപ്ലോയർ വരുത്തുന്ന ആ ഒരു കോസ്റ്റും എംപ്ലോയർ എന്താണ് എംപ്ലോയി തിരിച്ചറിയുന്നില്ല എന്ന്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ PF കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സെയിം കോൺട്രിബ്യൂഷൻ ആണ്. അത് ചിലപ്പോൾ ചില എംപ്ലോയീസിന് അറിയില്ലായിരിക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് മന്ത്ലി പിടിക്കുന്നുണ്ട്, that സെയിം എമൗണ്ട് തന്നെയാണ് എംപ്ലോയറിന്റെ കയ്യിൽ നിന്നും ചിലവാകുന്നതെന്ന് അറിയാത്തവരുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻസിൽ ബെനഫിറ്റ്സുകളെ കുറിച്ചിട്ടൊക്കെ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ചിലപ്പോൾ എംപ്ലോയീസിന് ഇടയിൽ ഉണ്ടാവും. നമ്മൾ മാത്രമാണോ ഇനി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള വലിയ ധാരണ ഒന്നും ഉണ്ടായിരിക്കില്ല. സോ ഈ തെറ്റിദ്ധാരണകള് ഒരു എന്താ പറയാ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് എത്തിക്കുന്നു, തെറ്റിദ്ധാരണകളിലോട്ട് എത്തിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അറിയില്ലാത്തത്? പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോ ഇനി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സെയിം എമൗണ്ട് ആണോ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരിക്കും എംപ്ലോയീസിന്റെ ഇടയിൽ. സോ ഇതൊക്കെ കുറയ്ക്കാനായിട്ട് നല്ലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. This can also help decrease employee turnover based upon the degree to which the employee understands the real value of these benefits plans. So ഇങ്ങനെ അതായത് ഇങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ടേൺ ഓവർ നമുക്കവിടെ കുറയ്ക്കാൻ സാധിക്കുന്നു. എംപ്ലോയീസിന്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ടേൺ ഓവർ? എംപ്ലോയീസിന്റെ കൊഴിഞ്ഞു പോകുന്നത്, കമ്പനിയിൽ നിന്നും മറ്റൊരിടത്തേക്ക് റിസൈൻ ചെയ്ത് പോകുന്നത്. അതിന് നമുക്ക് ഇങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ടേൺ ഓവറിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ലഭിക്കുന്ന ബെനഫിറ്റ്സ് പ്ലാൻസിന്റെ വാല്യൂ, മൂല്യത്തെ തിരിച്ചറിയാനും സാധിക്കുന്നു. At the same time, the significance of communication for gaining support of employer is also recognized by employees, so that attempt to cost containment becomes success. Okay. അപ്പോ അതുപോലെ തന്നെ at the same time, അപ്പൊ നമ്മൾ പറഞ്ഞു ടേൺ ഓവർ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എംപ്ലോയറിന്റെ പിന്തുണ, കമ്മ്യൂണിക്കേഷന്റെ പ്രാധാന്യം എംപ്ലോയർ തിരിച്ചറിയുമ്പോൾ, അതായത് ഇങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ അതിലൂടെ പല രീതിയിലും രണ്ടുപേരും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരിക്കും. സോ ചില കാര്യങ്ങളൊക്കെ അതിലൂടെയൊക്കെ കോസ്റ്റ് ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. As employees are provided with more choices in respect of their own benefits, the importance of the benefit of communication is increasingly essential. So അതിനാൽ ബെനഫിറ്റ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസുകൾ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അനിവാര്യമാണ്. ഓക്കെ, ഇത് വായിച്ചു നോക്കി. എളുപ്പമാണ് കേട്ടോ, അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് സ്വയം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ആ പോയിന്റ് കമ്മ്യൂണിക്കേഷൻ. വായിച്ചു നോക്കാം കേട്ടോ കമ്മ്യൂണിക്കേഷൻ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ എല്ലാവരും? കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. Different type of consideration in the administration of benefits and services are stated below. അതിലാണ് നമ്മൾ പഠിച്ചു deciding recipient benefits, then determining inclusion of retirees in the plan, probationary period, financing, employee choice, cost containment, then communication. 7 point ആണ് consideration. 7 considerations ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, നന്നായിട്ട് വായിക്കാനുണ്ടത്, അത്യാവശ്യം വായിക്കാനുമുണ്ട്. then മനസ്സിലാക്കി വായിക്കണം. നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ജസ്റ്റ് ആ പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞു വെക്കുന്നുള്ളൂ, എടുത്തു പോണില്ല ഒരുപാട്. എന്താ ഇനി അപ്പൊ നമ്മൾ ബെനിഫിറ്റ്സിന്റെ കൺസിഡറേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഇതിന് പ്രാധാന്യം ഉണ്ടോന്ന്? ഉണ്ടോ? എംപ്ലോയി ബെനിഫിറ്റ്സിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ നാളെ ഒരു ഫേമിൽ വർക്ക് ചെയ്യേണ്ട ആളുകളാണ് അല്ലെ? അപ്പോ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് വേണമോ വേണ്ടയോ? വേണോ? ബെനിഫിറ്റ്സുകള് വേണം അല്ലെ? എല്ലാവർക്കും തന്നെ ബെനിഫിറ്റ്സുകളൊക്കെ വേണം. അപ്പൊ അതിന് പ്രാധാന്യമുണ്ട് അല്ലെ? ഇല്ല എങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് വേണ്ടാന്നല്ലേ നമ്മൾ പറയാ. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് തികച്ചും എംപ്ലോയി ബെനിഫിറ്റ്സിന് പ്രാധാന്യമുണ്ട്. ഇനി എന്തുകൊണ്ടാണ് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്, അതിന്റെ കാര്യങ്ങളാണ് ഇനി ഒരു 4 പോയിന്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ പേരുകൾ മാത്രം നമുക്കൊന്ന് വായിക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഫോർ വർക്കേഴ്സ് അല്ലെ? വർക്കേഴ്സിന് ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ബെനിഫിറ്റ്സ് ആവശ്യമാണ്. then reduction in attrition rate. attrition എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടേൺ ഓവർ പോലെ എംപ്ലോയീസ് കൊഴിഞ്ഞു പോകുന്നതിനെ കുറയ്ക്കാനായിട്ട് ബെനിഫിറ്റ്സിന് സാധിക്കും. നല്ല കമ്പനിയാണ്, നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എംപ്ലോയീസ് അവിടെ നിൽക്കാനാണ് ചാൻസ് കൂടുതൽ അല്ലെ? then enhancement of productivity വർദ്ധിപ്പിക്കുക. create trust and bonding employer and employee relationship. എംപ്ലോയറും എംപ്ലോയിയും തമ്മിൽ നല്ലൊരു ട്രസ്റ്റ്, ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ ആവശ്യമാണ്. അപ്പോ പ്രധാനമായിട്ടുമുള്ള 4 എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സിന്റെ പ്രാധാന്യമാണ് ഈ പറയുന്നത് കേട്ടോ. ഫോളോയിങ് ഫാക്ടേഴ്സ് ഹൈലൈറ്റിംഗ് ഇമ്പോർട്ടൻസ്. പ്രധാനമായിട്ടുമുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്, എംപ്ലോയീസിന് ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിന്റെ പ്രാധാന്യങ്ങളാണ് 4 പോയിന്റ് ആക്കി പറഞ്ഞിരിക്കുന്നത്. ഇനി അവ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് അതിന്റെ ഒരു എക്സാമ്പിൾ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ? കാരണം ഒരെണ്ണം മാത്രം അത് പറഞ്ഞ് തീർക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഒരുപാട് എടുത്ത് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല. എടുത്തത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടുത്തത്രയും മതിയായില്ലേ? എനിക്കറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് അല്ലെ? ഒരുപാട് പിന്നെ എന്താ പറയാ, ഒരുപാട് ഞാൻ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്കറിയാം നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവരുടെയും അല്ലെ? ഇതൊക്കെ ഞാൻ പറയാറില്ല ഓരോരുത്തരെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അല്ലെ? അല്ലെ സത്യമല്ലേ? എന്താണ് ഒരു ഓക്കെ. ഇനി എടുത്തത്രയും നോക്കിയാണല്ലോ. ബോറടിച്ചോ ഇന്നത്തെ ക്ലാസ്സില്? നിങ്ങൾക്ക് പറയാട്ടോ, ഒന്നും പറയാനില്ല? എന്തെങ്കിലും പറയാനുണ്ടോ ക്ലാസ്സിനെ കുറിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ് ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെട്ടോ? കാരണം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ബോറിംഗ് അല്ലാന്ന് ഞാൻ പറയണില്ല. എനിക്കറിയാം വായിക്കുമ്പോൾ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്കത് അത് എങ്ങനെയാണ് നിങ്ങൾക്കത് മനസ്സിലാക്കി തരണമെന്ന് വെച്ചാല് ഞാനും ഒരുപാട് അതിനെങ്ങനെ ഏറ്റവും സിംപ്ലിഫൈ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരുപാട് തിയററ്റിക്കലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിരുന്ന് ഉറങ്ങാൻ മാത്രം പറ്റുള്ളൂ അല്ലെ? കേട്ടിരുന്ന് ഉറങ്ങാന്ന് മാത്രം പറ്റുള്ളൂ. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ എക്സാമ്പിൾ എനിക്ക് കിട്ടുന്നതാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ എക്സാമ്പിൾ ഇടുമ്പോഴാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഞാൻ പറയുന്നത് പോലെ എല്ലാത്തിലും നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാൻ പറ്റില്ല. ചിലത് പ്രോപ്പർ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം അടുത്ത ഈ ഒരു ഇമ്പോർട്ടൻസിന്റെ പോയിന്റ്സുകൾ വിശദീകരിക്കാനുണ്ട്. സോ നന്നായിട്ട് പഠിക്കണം, വായിക്കണം. ക്ലാസ് മാത്രം പറഞ്ഞോളൂ. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരുന്നതാണോ? മോക്ക് ടെസ്റ്റ് തന്നെ എക്സാമിന് വരണമെന്നില്ല, എങ്കിലും മോക്ക് ടെസ്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു ട്രയൽ പോലെ നമുക്ക് തരുന്നതാണ് അല്ലെ? കാരണം നിങ്ങളിപ്പോ എനിക്ക് തോന്നുന്നു ക്ലാസ് നന്നായി അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മോക്ക് ടെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ?
കേട്ടൊരു അനുഭവം വെച്ചിട്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലേ ക്ലാസ്സില്? എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലെ? അപ്പൊ അതൊന്നൊരു പ്രാക്ടീസ് വേണമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ്ലി പഠിക്കാനുണ്ട്. പഠിക്കുക. പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്കില്ല. നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റിൽ മാത്രം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയുള്ളൂ എക്സാമിന്. അപ്പൊ അതിന്റെ ഒരു നമുക്കിപ്പോ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പകുതി ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏകദേശം നമ്മൾ കവർ ചെയ്തിട്ടാണ് മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നത്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ഭാഗം എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. Thank you. Thank you, ma'am. Thank you.